everyone, welcome to English worksheet. Okay, first activity, rearrange the events in a correct order. Some events taken from the story, The Seed of Truth. They are in jumbled order. Seed of Truth എന്ന് പറയുന്ന കഥയിലെ ചില സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ശരിയായിട്ടുള്ള ഓർഡറിലല്ല തന്നിരിക്കുന്നത്, ഇറഗുലർ ആയിട്ടാണ്, പിന്നെ ജംബിൾഡ് ഓർഡർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യണം? റീഅറേഞ്ച് ദ ഇവന്റ്സ് ഇൻ എ കറക്റ്റ് ഓർഡർ. പിങ്കള ആൾസോ ഗോട്ട് സം സീഡ്, അതാണ് ഒന്നാമത്തെ ഇവന്റ്സ് ആയി തന്നിരിക്കുന്നത്. പിങ്കളയ്ക്ക് സീഡ് കിട്ടിയെന്ന്. പക്ഷെ നമ്മുടെ സ്റ്റോറിയിൽ അതല്ലല്ലോ ഫസ്റ്റ് വരുന്നത്. നമുക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിലേക്ക് എഴുതാം. ഇതിൽ രണ്ടാമതായി തന്നിരിക്കുന്നത് ഹി വാസ് എ വെരി ഓൾഡ് ആൻഡ് ഹാഡ് നോ ചിൽഡ്രൻ. അദ്ദേഹം വളരെ പ്രായമുള്ള ആളായിരുന്നു, അദ്ദേഹത്തിന് കുട്ടികളില്ല എന്ന്. 3. പിങ്കള വാസ് അൺഹാപ്പി ബട്ട് ഹി വെന്റ് ടു ദ പാലസ്. പിങ്കള ആകെ വിഷമത്തിലായിരുന്നു, എന്നാലും അവൻ കൊട്ടാരത്തിലേക്ക് പോയി. 4 എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗന്ധാര. ഗന്ധാര രാജ്യത്തിലെ രാജാവായിരുന്നു വിദ്യാധര. 5. പിങ്കള സോവ്ഡ് ദ സീഡ് ബട്ട് ഇറ്റ് ഡിഡ്ന്റ് സ്പ്രൗട്ട്. പിങ്കള വിത്ത് കുഴിച്ചിട്ടു, പക്ഷേ അത് മുളച്ചില്ല. 6. ഹി ഡിസൈഡഡ് ടു കണ്ടക്ട് എ ടെസ്റ്റ് ഫോർ ഫൈൻഡിങ് ഹിസ് സക്സസർ. രാജാവ് തന്റെ പിൻഗാമിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചു. 7. പിങ്കള ബിക്കെയിം ദ പ്രിൻസ്. അങ്ങനെ പിങ്കള രാജകുമാരനായി. 8 എന്താ പറഞ്ഞിരിക്കുന്നത്? ദ കിങ് സെഡ് ദാറ്റ് ഹി ഗേവ് റോസ്റ്റഡ് സീഡ് ടു എവരിബഡി. എല്ലാവർക്കും വറുത്ത വിത്താണ് നൽകിയതെന്ന് രാജാവ് പറഞ്ഞു. ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സീഡ് ടു ദ ചിൽഡ്രൻ. രാജാവ് കുട്ടികൾക്ക് വിത്ത് വിതരണം ചെയ്തു. ഇനി നമുക്ക് ഇത് കറക്റ്റ് ഓർഡറിലേക്ക് മാറ്റാം. എങ്ങനെയാണ് കറക്റ്റ് ഓർഡർ ആകുന്നത്? ഫസ്റ്റ്, വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗന്ധര. സെക്കൻഡ്, he was very old and had no children. മൂന്നാമത്തേതായിട്ട് he decided to conduct a test for finding his successor. 4. the king distributed seeds to the children. 5. പിങ്കള also got some seeds. 6. പിങ്കള sowed the seed but it did not sprout. 7. Pingala was unhappy but he went to the palace. 8. The king said that he gave roasted seeds to everybody. 9. Pingala became the prince. Next activity, find out the rhyming words in the song. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൈമാണ് നമ്മുടെ പാഠത്തിലുള്ളത്. ഓട്സ്, പീസ്, ബീൻസ് ആൻഡ് ബാർലി ഗ്രോ എന്നുള്ളത്. Then all of you recite the poem once again and identify the rhyming words in the poem. എന്താണ് റൈമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ? The word ending with the same sound. That is rhyming word. അപ്പോൾ ഈ റൈം ഒന്നുകൂടെ വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്നും റൈമിംഗ് വേർഡ്സ് കണ്ടെത്തണം. What are the rhyming words from the rhyme? Look. Know, grow. Stands, hands. Stamps, claps. Hand, land. Sing, ring. Ground, around. Partner, farmer. Farmer, water. What is next activity? How can we describe the picture, dears? With the help of some words from the bracket below. Pingala like gardening. Look at this picture. He's standing in front of his small house. What is he doing? Yes, he is watering the plant. What are the other things inside the garden? There are flowers of different colors. Butterflies are fluttering. There is a big tree in the corner of the garden. 2 birds are sitting on the tree. A cat is playing under the tree. Where is squirrel? Squirrel is sitting on branches of tree.
Children, do you like Pingala's garden? You have to fill the paragraph with the help of words. ഈ ഡിസ്ക്രിപ്ഷൻ പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആ വേർഡുകൾ ചേർത്തുകൊണ്ട് നമുക്ക് ഈ ഗാർഡൻ ഡിസ്ക്രിപ്ഷൻ ഡെവലപ്പ് ചെയ്യാം. ഇറ്റ് ഈസ് എ ഡാഷ് ഗാർഡൻ. എങ്ങനെയുള്ള ഗാർഡൻ ആണ്? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. വളരെ ഭംഗിയുള്ള പൂന്തോട്ടമാണ്. There are flowers dash different colors. There are flowers of different colors. അവിടെ വ്യത്യസ്ത നിറങ്ങളിലുള്ള ധാരാളം പൂക്കളുണ്ട്. Butterflies are dash around the flowers. Butterflies are fluttering around the flowers. പൂമ്പാറ്റകൾ പൂക്കളിന് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നു. Pingala is dash the plant. പിങ്കള എന്താ ചെയ്യുന്നത്? Yes, watering. Pingala is watering the plant. There is a dash tree at the corner of the garden. എങ്ങനെയുള്ള മരമാണ് അതിൻ്റെ മൂലയിലുള്ളത്? There is a big tree. ഒരു വലിയ മരമുണ്ട്. Two dash are sitting on the tree. ആരാണ് മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നത്? Two birds are. Okay, two birds are sitting on the tree. രണ്ട് പക്ഷികൾ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നു. A cat is playing dash the tree. ഒരു പൂച്ച എവിടെയാണ് കളിക്കുന്നത്? മരത്തിന്റെ താഴെ, under the tree. Okay. There is a squirrel on dash of the tree. അവിടെ ഒരു അണ്ണാൻ എവിടെയാണ് ഇരിക്കുന്നത്? മരത്തിന്റെ കൊമ്പിൽ. There is a squirrel on a branch of the tree. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഒരു ലാംഗ്വേജ് ഗെയിമാണ്. ഇറ്റ് ഈസ് എ വേർഡ് ലാഡർ. ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് വേർഡ് ലാഡർ. സം ക്ലൂസ് ആർ ദർ. കംപ്ലീറ്റ് ദ വേർഡ് ലാഡർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലൂസ് ഗിവൺ ബിലോ. ഈ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ വേർഡ് ലാഡർ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് ഡാഷ് ഈസ് ദ ബെസ്റ്റ് പോളിസി. ഏറ്റവും നല്ല ഗുണം എന്താണ്? നമുക്ക് ക്ലൂ തന്നിരിക്കുന്നത് ഫസ്റ്റ് ലെറ്റർ എച്ച് ആൻഡ് ലാസ്റ്റ് ലെറ്റർ വൈ. ദെൻ ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. HONESTY. നെക്സ്റ്റ് നോക്കൂ. ഐ ഹാവ് ടു ഡാഷ് ഓൾഡ് സിസ്റ്റർ. അതിന് ക്ലൂ തന്നിരിക്കുന്നത് ഫസ്റ്റ് ലെറ്റർ വൈ ആൻഡ് ലാസ്റ്റ് ലെറ്റർ ആർ. എനിക്ക് 2 വയസ്സുള്ള ഒരു സിസ്റ്റർ ഉണ്ട് എന്ന് പറയണമെങ്കിൽ YEAR, ഇയർ. ഐ ഹാവ് എ 2-year-old സിസ്റ്റർ. ദെൻ തേർഡ് വൺ, ഡാഷ് മേക്സ് പ്ലാന്റ്സ് ഹാപ്പി ആൻഡ് ഹെൽത്തി. എന്താണ് ക്ലൂ തന്നിരിക്കുന്നത്? ഫസ്റ്റ് ലെറ്റർ ആർ, ലാസ്റ്റ് ലെറ്റർ എൻ. എന്താണ് സസ്യങ്ങൾക്ക് സന്തോഷവും ആരോഗ്യവും ഉണ്ടാക്കുന്ന കാര്യം? ആർ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടുള്ളത്. റെയിൻ, RAIN. 4 is the home of birds. ക്ലൂ ഫസ്റ്റ് ലെറ്റർ N, ലാസ്റ്റ് ലെറ്റർ T. ഏതാണ് ബേർഡ്സിന്റെ ഹോം? നെസ്റ്റ്, NEST. ഓക്കെ. ഫിഫ്ത്ത് വൺ, ഡാഷ് ഗിവ് us ഫ്രൂട്ട്സ് ആൻഡ് ഷെയ്ഡ്. എന്താണ് നമുക്ക് തണലും പഴങ്ങളും തരുന്നത്? ക്ലൂ തന്നിരിക്കുന്നത് ഫസ്റ്റ് ലെറ്റർ T, ലാസ്റ്റ് ലെറ്റർ S. അപ്പോൾ ഉത്തരം ട്രീസ്, REES, ട്രീസ്. ലാസ്റ്റ് വൺ, എ ഡാഷ് ഈസ് സീൻ ഇൻസൈഡ് ദ ഫ്രൂട്ട്. എന്തോ ഒന്ന് പഴങ്ങളുടെ ഉള്ളിൽ കാണും എന്നാണ് പറയുന്നത്. എന്തായിരിക്കും? ഫസ്റ്റ് ലെറ്റർ S ആണ്, ലാസ്റ്റ് ലെറ്റർ D. അങ്ങനെയാണെങ്കിൽ സീഡ്, വിത്ത്, SEED, സീഡ്. ഓക്കെ ചിൽഡ്രൻ, ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ആക്ടിവിറ്റികളൊക്കെ തീരുകയാണ്. നെക്സ്റ്റ് ഫസ്റ്റ് യൂണിറ്റിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൂട്ടുകാർക്ക് സ്വയം പരിശോധിക്കാനുള്ളതാണ്. തന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ സീഡ് ഓഫ് ട്രൂത്ത് എന്ന പാഠഭാഗത്തിലെ ഏത് വാക്കാണോ വരേണ്ടത് അത് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ കിങ് ഓഫ് ഗന്ധര. ഹു വാസ് ദ കിങ് ഓഫ് ഗന്ധര? യെസ്, വിദ്യാധര.
Then write down Vidyadhara. Second, the king wanted to find a dash. ആരെ കണ്ടെത്തുന്നതിനാണ് രാജാവ് ആഗ്രഹിച്ചത്? A successor. Third one, dash is the poor farmer's son. ആരായിരുന്നു ആ പാവപ്പെട്ട കൃഷിക്കാരന്റെ മകൻ? യെസ്, പിംഗല. Fourth one, the king distributed dash to the children. എന്തായിരുന്നു രാജാവ് എല്ലാവർക്കും വിതരണം ചെയ്തത്? ഓക്കെ, seeds. Fifth one, the king arrived to look at the. രാജാവ് എത്തിയിട്ട് എങ്ങോട്ടാണ് നോക്കിയത്? യെസ്, രാജാവ് വന്ന് എല്ലാവരുടെയും പ്ലാന്റിലേക്ക്, ചെടിയിലേക്ക് നോക്കി. സിക്സ്ത് വൺ, ദ ചിൽഡ്രൻ പുട്ട് ഓൺ ദെയർ ഡാഷ് ക്ലോത്ത്സ്. കുട്ടികൾ എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്? എല്ലാ കുട്ടികളും അവരുടെ ബെസ്റ്റ് ക്ലോത്ത്സ് ആണ് ധരിച്ചിരുന്നത്. ദ ചിൽഡ്രൻ പുട്ട് ഓൺ ദെയർ ബെസ്റ്റ് ക്ലോത്ത്സ്. 7, ദ കിങ് വാസ് ഹാപ്പി ടു സീ ദ ഡാഷ് പോട്ട്. എങ്ങനെയുള്ള പൂച്ചട്ടി കണ്ടപ്പോഴാണ് രാജാവിന് സന്തോഷമായത്? ദ കിങ് വാസ് ഹാപ്പി ടു സീ ദ എംപ്റ്റി പോട്ട്. ഒഴിഞ്ഞ പൂച്ചട്ടി കണ്ടപ്പോഴാണ് രാജാവ് സന്തോഷവാനായത്. ഇപ്പോൾ നിങ്ങൾ പൂരിപ്പിച്ചപ്പോൾ 1 മുതൽ 7 വരെയുള്ള കാര്യങ്ങൾ എഴുതുകയും ചില അക്ഷരങ്ങൾ വട്ടത്തിനുള്ളിൽ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വട്ടത്തിലുള്ള അക്ഷരങ്ങൾ തിരഞ്ഞെടുത്ത് താഴെ കാണുന്ന സർക്കിളിനുള്ളിൽ അത് എഴുതണം. Now write the letters found in the circle together. You will get a quality of Pingala. നമ്മൾ ആ മുകളിൽ കണ്ട സർക്കിളിലുള്ള അക്ഷരങ്ങൾ ഓരോന്നായി എഴുതിയാൽ പിങ്കളയ്ക്കുള്ള നല്ല ഒരു ക്വാളിറ്റി, നല്ലൊരു ഗുണം നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതെല്ലാമാണ് അക്ഷരങ്ങൾ? H, O, N, E, S, T, Y. What's it read? Yes, honesty. സത്യസന്ധത. Do the activity very well. Wish you all the best and read your textbook again and again.